ഹായ്, അപ്പോൾ ഇന്നൊരു അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങി നടാറുണ്ട്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ആണെന്നുണ്ടെങ്കിലും കുരുവൊക്കെ എടുത്ത് വെച്ച് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നല്ലതാണ്, വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. കിട്ടുന്ന സമയങ്ങളിൽ ജോലിയുടെ തിരക്കിൻ്റെയൊക്കെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരല്പം സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പച്ചക്കറി കൃഷി ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് പറിച്ചെടുക്കുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് 2-3 ദിവസമായിട്ട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ നോക്കിയപ്പോൾ നിറയെ പാവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. 2-3 ചീഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീഞ്ഞ് പോയതിനൊക്കെ അടുത്ത സീസണിലേക്ക് വിത്താക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ള ബാക്കി എൻ്റെ ചേച്ചിയാണ്, പുള്ളിക്കാരി പറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാവയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും വലിയ പരിചരണത്തിനൊന്നും ആവശ്യമില്ല. ആദ്യം അത് ഗ്രോ ആയി വരുന്ന ആ ഒരു ടൈമിലേക്ക് അത്യാവശ്യം ഒരു കെയർ കൊടുക്കണം. പിന്നീട് പടർന്ന് കയറാനായിട്ട് വള്ളി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്നോളും. പെട്ടെന്ന് തന്നെ പാവയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. ഇതേ മുള്ളൻ വെള്ളരിയാണ് വിഷുവിനേക്ക് കണിവെക്കാനായിട്ട്. അപ്പം മുള്ളൻ വെള്ളരി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുളക് ബാലൻസ് നിന്നിട്ടുണ്ടായിരുന്നത്, ഈ ഉരുണ്ട മുളക് കൊണ്ട് നീണ്ടിരിക്കുന്ന ടൈപ്പ് മുളക് കൊണ്ട് പച്ചമുളക്, ആ 2 ഉണ്ടായിരുന്നു. പിന്നെ കളറിലൊക്കെ ഉണ്ട്, വയലറ്റ് കളറിലെ മുളകൊക്കെ ഉണ്ട്, അപ്പോൾ പറിച്ചെടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് പീച്ചിലാണ്, ഇച്ചിരി മൂത്തോയിട്ടുണ്ട്. മൂത്തോയതൊക്കെ അച്ഛൻ എന്തായാലും നിർത്താൻ പറഞ്ഞു നെക്സ്റ്റ് ടൈമിലേക്ക് നടാൻ വേണ്ടിയിട്ട്. ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ നോക്കിയേ 3 ദിവസത്തേക്ക് എന്തായാലും നല്ല അടിപൊളി കറിക്കുള്ള വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട്.